സൈക്കോളജി, സൈക്ക്, ലോഗോസ് എന്നീ രണ്ട് ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സൈക്കോളജി എന്ന പദം രൂപപ്പെട്ടത്. ആത്മാവിനെ സംബന്ധിച്ച പഠനം എന്ന നിലയിലാണ് മനഃശാസ്ത്ര പഠനശാഖ ആരംഭിച്ചത്. പിന്നീട് മനസ്സിനെ കുറിച്ചുള്ള ശാസ്ത്രശാഖയായി മാറി. പിന്നീട് ബോധത്തെക്കുറിച്ചുള്ള പഠനം എന്നായി മാറി. പിന്നീട് അത് വ്യവഹാരത്തെക്കുറിച്ചുള്ള പഠനശാഖയായി മാറി. മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് കണക്കാക്കപ്പെടുന്നത് വില്യം വൂണ്ടാണ്. ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് സിഗ്മണ്ട് ഫ്രോയിഡ്. മനഃശാസ്ത്രത്തിന്റെ നിർവചനങ്ങൾ. ആത്മാവിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിൽ. പ്ലേറ്റോ. മനസ്സിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് കാന്റ്. മനഃശാസ്ത്രം ബോധത്തിന്റെ ശാസ്ത്രമാണ് എന്ന് പറഞ്ഞത് വില്യം വൂണ്ട്. വില്യം ജെയിംസ്. മനഃശാസ്ത്രം വ്യവഹാരത്തിന്റെ ശാസ്ത്രമാണ് എന്ന് പറഞ്ഞത് വാട്സൺ. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് വൂഡ്സ്ബർഗ്. മനുഷ്യബന്ധങ്ങളുടെയും വ്യവഹാരങ്ങളുടെയും പഠനമാണ് എന്ന് പറഞ്ഞത് ക്രോ ആൻഡ് ക്രോ. മനഃശാസ്ത്രം വ്യവഹാരത്തിന്റെയും അനുഭവത്തിന്റെയും പഠനമാണ് എന്ന് പറഞ്ഞത് സ്കിന്നർ. മനഃശാസ്ത്രം വ്യവഹാരത്തിന്റെയും അനുഭവങ്ങളുടെയും പഠനമാണ് എന്ന് പറഞ്ഞത് E.A. പീൽ.